What's up guys? Welcome to the review forum. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് എന്താണെന്നൊന്നും പറയാൻ പോകുന്നില്ല. കുറച്ച് നാൾക്ക് മുമ്പ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഞാനൊരു പോൾ നടത്തിയിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നൊരു പ്രോഡക്റ്റാണ് ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനെക്കുറിച്ച് അധികം ഒന്നും സംസാരിക്കാതെ തന്നെ ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റിവ്യൂയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോൻ്റെ അവസാനം നിങ്ങൾക്കായി ഒരു സർപ്രൈസ് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവസാനം വരെ ഈ വീഡിയോ ഒന്ന് കാണുക. ഓക്കെ ഗൈസ്, സോ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ എയർപോഡ്സ് പ്രോയിനെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. ബോക്സ് തുറക്കുമ്പോൾ ആദ്യം എപ്പോഴും ഉള്ള പോലെ തന്നെ നമുക്ക് കിട്ടുന്നത് കുറച്ച് മാനുവൽസ് ആണ്. ഈ മാനുവൽസ് നിങ്ങൾ വായിച്ചിരിക്കേണ്ടതാണ്, കാരണം എയർപോഡ്സ് പ്രോ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് കുറച്ച് സെറ്റിങ്സ് അതിൽ എഴുതിയിട്ടുണ്ടാകും. അടുത്തത് നമ്മുടെ ബോക്സിൽ കാണുന്നത് നമ്മുടെ ചാർജിങ് കേസാണ്. എയർപോഡ് പ്രോയിൻ്റെ ചാർജിങ് കേസാണിത്. പിന്നെ ഇതിൻ്റെ അടിയിലായിട്ട് ഒരു ചെറിയ കമ്പാർട്ട്മെൻറ്റും കൂടിയുണ്ട്. അത് മിസ്സായി പോകരുത്, കാരണം ഈ കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്നത് എയർപോഡ്സിൻ്റെ ഇയർ ടിപ്സാണ്. ഈ ഇയർ ടിപ്സ് 3 സൈസിലാണ് വരുന്നത്. അതിൽ മീഡിയം സൈസ് ഓൾറെഡി എയർപോഡിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സ്മോളും ലാർജും നമ്മുടെ ചെവിയിൽ കറക്റ്റ് ഫിറ്റ് ആവുന്നതനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. മുമ്പുള്ള എയർപോഡ്സ് യൂണിവേഴ്സൽ ഡിസൈൻ ആയതുകൊണ്ട് പലരുടെയും ചെവിയിൽ അത് ഫിറ്റ് ആവാതെ പോകുന്നുണ്ടായിരുന്നു. അതായത് നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പം തന്നെ ഇത് ചെവിയിൽ നിന്ന് ഊരിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇത് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് എയർപോഡ്സ് പ്രോയിന് മൊത്തത്തിലൊന്ന് റീഡിസൈൻ ചെയ്തതും അതുകൂടാതെ നമുക്ക് 3 സൈസിലുള്ള ഇയർ ടിപ്സ് തന്നതും. എന്നിട്ടും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐഫോണിൽ പെയർ ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് ഒരു സെറ്റപ്പ് ഗൈഡ് തന്നെ ലഭിക്കുന്നതാണ്. ഏത് ടിപ്സ് നിങ്ങൾക്ക് സൂട്ടാകും എന്നുള്ളതാണ് ഈ ഗൈഡ് കാണിച്ചു തരുന്നത്. ബ്ലൂടൂത്ത് സെറ്റിങ്സിൽ നമ്മുടെ എയർപോഡിൻ്റെ പേരിൻ്റെ സൈഡിൽ കാണുന്ന ഐക്കൺ അമർത്തിയാൽ നമുക്ക് ഈ ഒരു സെറ്റപ്പ് ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ഒരു സെറ്റപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് ടിപ്പ് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് മാക്സിമം സൗണ്ട് ക്വാളിറ്റിയും നോയ്സ് ക്യാൻസലേഷൻ ഫീച്ചർ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഏത് ടിപ്പ് ഇടുമ്പോഴാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ തോന്നുന്നത്, ആ ടിപ്പ് ഈ സെറ്റപ്പ് കണ്ടുപിടിച്ച് തരുന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇനിയുള്ള അൺബോക്സിങ് എക്സ്പീരിയൻസസ് സെയിം ആണ്, കാരണം ഇയർ ടിപ്സിൻ്റെ തൊട്ടടിയിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ ചാർജിങ് കേബിളാണ്. ചാർജിങ് കേബിൾ എന്ന് പറയുന്നത് USB-C to ലൈറ്റ്നിങ് ഡോക്കാണ്. പലരും പ്രതീക്ഷിച്ചിരുന്നത് USB-C to C കേബിൾ ആയിരിക്കും നമുക്ക് കിട്ടുക, കാരണം ഇതൊരു പ്രോ പ്രോഡക്റ്റ് ആയതുകൊണ്ട്. പക്ഷേ ആപ്പിൾ അത് ചെയ്തില്ല. ഹോപ്പ്ഫുള്ളി എയർപോഡ്സ് പ്രോ 2 ഇറങ്ങുമ്പോൾ നമുക്ക് അത് പ്രതീക്ഷിക്കാം. എയർപോഡ്സ് 2ഉം എയർപോഡ്സ് പ്രോയും കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ ഹ്യൂജ് ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന്. ഡിസൈൻ മാത്രമല്ല, ഇതിൻ്റെ കേസിങ്ങും വ്യത്യസ്തമാണ്. ഇതിൻ്റെ ബോക്സിൽ തന്നെ നമുക്ക് വയർലെസ് ചാർജിങ് സപ്പോർട്ടുള്ള കേസിംഗ് ആണ് കിട്ടുന്നത്. മുമ്പുള്ള എയർപോഡ്സ് മോഡലിൽ ഇങ്ങനെ അല്ലായിരുന്നു. കുറച്ച് പൈസ എക്സ്ട്രാ അടയ്ക്കുമ്പോഴാണ് നമുക്ക് വയർലെസ് ചാർജിങ് കേസ് ഉൾപ്പെടെയുള്ള മോഡൽ കിട്ടുന്നത്. എന്നാൽ ഈ ഒരു മോഡലിൽ ആ ഒരു സംഭവം ഇല്ല. അത് പ്രീമിയം മോഡൽ ആയതുകൊണ്ടായിരിക്കും ഡയറക്റ്റ് നമുക്ക് പ്രീമിയം കേസ് തന്നെ തരുന്നത്. ഇത് മാത്രമല്ല, മുമ്പത്തെ മോഡൽസിനേക്കാളും കുറച്ച് വീതി കൂടിയ കേസാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. എയർപോഡ്സ് പ്രോയിൻ്റെ മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റെമ്മ് കുറച്ച് ചെറുതും കുറച്ച് തടി കൂടിയതുമാണ്. ഹെഡ്ഫോണിൻ്റെ ഉള്ളിലും പുറത്തുമായിട്ട് 2 മൈക്രോഫോൺ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനും ട്രാൻസ്പാരൻസിക്കും നമ്മളെ സഹായിക്കുന്നുണ്ട്. ട്രാൻസ്പാരൻസി വർക്ക് ചെയ്യുന്നത് ഈ വീഡിയോയിൽ തന്നെ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു തരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ഒരു തിൻ വയർ മെഷിൻ്റെ പിറകിലാണ് ഇതിൻ്റെ മൈക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പ്രത്യേകിച്ചും ബൈക്ക് ഓടിച്ച് ഇതിൽ സംസാരിക്കുകയാണെങ്കിൽ വിൻഡിൻ്റെ ശബ്ദം നമ്മുടെ മൈക്കിൽ പിടിക്കില്ല. അതുകൊണ്ട് ക്രിസ്പി ക്ലിയർ സൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി എയർപോഡ്സിൻ്റെ പെയറിംഗ് നോക്കാം. കേസ് തുറക്കുമ്പം തന്നെ നമ്മുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടനെ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് പെയറിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പെയർ ചെയ്യുമ്പം ഓൺ സ്ക്രീൻ ഗൈഡ് കാണിക്കും ഈ എയർപോഡ്സ് പ്രോയിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, എങ്ങനെ യൂസ് ചെയ്യാം, നോയ്സ് ക്യാൻസലേഷൻ, ട്രാൻസ്പാരൻസി ഫീച്ചർ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം എന്നൊക്കെയുള്ളതാണ് ഇതിൽ മെയിനായിട്ടും കാണിക്കുന്നത്.
ഇനി നിങ്ങൾക്ക് ട്രാൻസ്പെറൻസി മോഡ് ഡയറക്റ്റ് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐഫോണിലെ ആക്ഷൻ സെൻറ്ററിൽ പോകണം. അവിടെ വോളിയം ബാറിൽ ലോങ് പ്രസ് ചെയ്താൽ നമുക്ക് 3 ഓപ്ഷൻ കാണാൻ കഴിയും. അതിലൊന്നാണ് ട്രാൻസ്പെറൻസി. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ എയർപോഡ്സ് ട്രാൻസ്പെറൻറ്റ് മോഡിലാവും. ഇത് എൻ്റെ അഭിപ്രായത്തിൽ എയർപോഡ്സ് പ്രോയിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫീച്ചറാണ്. ഇത് ചെയ്യുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ശബ്ദങ്ങൾ പാർഷ്യലി നമ്മുടെ ചെവിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഇത് ഓൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മ്യൂസിക് കൂടാതെ നമ്മുടെ സറൗണ്ടിങ്സിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് കേൾക്കാം. ഇനി നിങ്ങൾ ജോഗിങ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ ബൈക്ക് ഓടിക്കുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ ഉപകാരപ്പെടും. കാരണം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ശബ്ദങ്ങൾ നമ്മൾ കേൾക്കേണ്ട സിറ്റുവേഷൻസാണ് ഇതെല്ലാം. ഇതിൻ്റെ അടുത്ത ഫീച്ചറാണ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ. ഈ എയർപോഡ്സിൻ്റെ ചെറിയ സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ആപ്പിൾ മികച്ച റിസൾട്ടാണ് നമുക്ക് തരുന്നത്. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ സാധാരണ ഓവർ ദ ഹെഡ് ഹെഡ്ഫോൺസിലാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. എന്നാൽ ഈ ഒരു കുഞ്ഞ് ഇൻ ദ ഇയർ ഹെഡ്സെറ്റിന് ഓവർ ദ ഹെഡ് ഹെഡ്ഫോൺസിൻ്റെ ക്വാളിറ്റി കിട്ടുന്നു എന്ന് വേണം പറയാൻ. അത് നിങ്ങളുടെ ചെവിയിൽ വെച്ച് യൂസ് ചെയ്താലേ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. മൂന്നാമത്തെ ഓപ്ഷനാണ് ഓഫ്. ഈ ഒരു ഓപ്ഷനിൽ നമ്മുടെ എയർപോഡ് മറ്റ് എയർപോഡ്സിനെ പോലെ തന്നെ നോർമലായി പ്രവർത്തിക്കും. അതായത് ട്രാൻസ്പെറൻസിയും ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഇല്ലാതെ. എയർപോഡ്സ് പ്രോയിൻ്റെ സൗണ്ട് ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായും ഇത് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഇതിൻ്റെ ബേസ് കുറച്ചുകൂടെ ഡീപ്പാണെന്നാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനും ട്രാൻസ്പെറൻസി മോഡിലാണ് ഏറ്റവും കുറവ് ബാറ്ററി ലൈഫ് നമുക്ക് കിട്ടുന്നത്. ഓഫ് മോഡിലാണ് ഏറ്റവും മാക്സിമം. ഇത് ആപ്പിൾ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഓഫ് മോഡിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു സിംഗിൾ ചാർജിൽ ഏകദേശം 5 മണിക്കൂറോളമാണ് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ കഴിയുന്നത്. ഇനി ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനും ട്രാൻസ്പെറൻസി മോഡിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നതെങ്കിൽ ആപ്പിൾ ക്ലെയിം ചെയ്യുന്നത് 4.5 മണിക്കൂർ എന്നാണ്. പക്ഷേ എനിക്ക് ഒരു 4 മണിക്കൂർ അടുപ്പിച്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ട്രാൻസ്പെറൻസി മോഡ് എങ്ങനെ ആയിരിക്കും പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ചെറിയൊരു സിമുലേഷൻ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നല്ലൊരു ട്രാഫിക്കുള്ള റോഡിൻ്റെ സൈഡിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പാട്ട് കേൾക്കുന്നതെങ്കിൽ എങ്ങനെ ഇരിക്കും എന്ന് നോക്കാം. സോ ഇത് നിങ്ങൾ വാങ്ങണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ട സമയമായി. നിങ്ങളുടെ കയ്യിൽ എയർപോഡ്സ് 2 ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ്റെ വലിയ ഫാൻ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ പുതിയൊരു ഹെഡ്സെറ്റ്, അതായത് പ്രീമിയം ഹെഡ്സെറ്റ് വാങ്ങാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനോ ട്രാൻസ്പെറൻസി മോഡ് എന്നൊക്കെ ഫീച്ചേഴ്സ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ധൈര്യമായി ഇത് വാങ്ങാം. അത്രയ്ക്കും നല്ലതാണ് ഈ പ്രോഡക്റ്റ്. വീഡിയോ തുടങ്ങുമ്പോൾ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് മറ്റൊന്നുമല്ല, അടുത്ത വീഡിയോയിൽ നിങ്ങൾക്കായി ഞാനൊരു ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഗിവ് അവേ കോമ്പറ്റീഷനിൽ എങ്ങനെ എൻ്റർ ചെയ്യണമെന്നും അതിൻ്റെ പ്രൈസ് എന്താണെന്നും എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നതായിരിക്കും. സോ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ പറഞ്ഞ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ ആൾക്കാരെ ഗിവ് അവേനെ കുറിച്ച് അറിയിക്കാൻ വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ.